ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സാധാരണ കറിയിൽ നിന്ന് വ്യത്യസ്തമായി മത്തങ്ങ കൊണ്ട് ഒരു പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. മത്തങ്ങ കൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഒരു പുളിങ്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുളിങ്കറി എല്ലാവർക്കും ഇഷ്ടമാവും. മത്തങ്ങ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മത്തങ്ങ കൊണ്ടുള്ള പുളിങ്കറി ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം മത്തങ്ങയാണ് കേട്ടോ, നല്ല മൂത്ത് വിളഞ്ഞ പാകമായ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ അത്ര ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, ഒരുവിധം ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കുന്നത്. മത്തങ്ങയല്ലേ, വേഗം വേവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിങ്ങനെ നുറുക്കുന്നത് കേട്ടോ. അത്ര ചെറിയ കഷ്ണങ്ങളല്ല, അതാ ഈ കണക്കിനാണ് നുറുക്കുന്നത്. അതാ ഒരുവിധം വലിപ്പത്തിലുള്ള ഒരു സൈസാണ്. വേഗം വേവുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നത്. നല്ല വിളഞ്ഞ് പാകമായ മത്തങ്ങയാണ്. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം ഞാനിങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കി. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം. അതിനുശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ആ മൺചട്ടിയിലേക്ക് നമ്മൾ കഴുകി കൊണ്ടുവന്ന കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. സാധാരണ വെള്ളം, കഷ്ണം വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചു, കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി. ആ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് അന്ന് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉഴുന്നും പരിപ്പാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്ക് ഉണ്ടാക്കുന്ന അര ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്, ഒരു അര ടീസ്പൂണ് കടലപ്പരിപ്പ്, ഒരു അര ടീസ്പൂണ് അരിയാണ് കേട്ടോ. നമ്മൾ ഏത് അരിയാണ് നമ്മൾ ഊണഴിക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ അരി എടുക്കുക. അപ്പോൾ ഏത് അരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അരിയും ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണ് ഉലുവ, ഒരു 1/4 ടീസ്പൂണ് ജീരകം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാം ഒരുപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് കളറ് മാറി ഒക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഈ കറിക്ക്, മത്തങ്ങ പുളിങ്കറി. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഇതൊക്കെ ഇങ്ങനെ മൂക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇതുപോലെ മുളക് വറുത്തിട്ടാണ് കേട്ടോ എരിവിന്. മുളക് പൊടി ഇടുന്നില്ല. ഈ മുളക് ഇട്ട് അരയ്ക്കുന്ന ആ എരിവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുളക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആ പരിപ്പുകളൊക്കെ ചേർത്തൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം വറ്റിയ തേങ്ങയാണ് കേട്ടോ. 2 സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് ആ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നല്ലപോലെ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു.
ഇനി നമുക്ക് നല്ലപോലെ ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. ഫ്ലെയിം ഓഫ് ചെയ്തായാലും അടുപ്പിന് ഇത്ര ചൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1 മിനിറ്റ് നേരത്തെ മുമ്പ് ഓഫ് ചെയ്തത്. ഇതാ നമ്മൾ ചൂടാറി എല്ലാം നല്ലപോലെ ചൂടാറി കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അത് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചു കൊണ്ടുവന്നു. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചത്. ഇതാ അതിന് ശേഷം ഇതാ അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ പുളി. സാമ്പാറിൽ ഒഴിക്കുന്ന പുളി ഉണ്ടല്ലോ. പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മത്തങ്ങയിലേക്ക് പുളിങ്കറിയല്ലേ, അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വേവാനായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പുളി ഒന്ന് ആ കഷ്ണത്തിന്മേൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വേവിച്ചു. അതിന് ശേഷം അടുപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. കഷ്ണങ്ങളൊക്കെ ഒരുവിധമൊക്കെ വെന്ത് വന്ന് തുടങ്ങി. അതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരപ്പ് ചേർത്ത് കൊടുത്തു. ആ അരപ്പും കൂടി ചെല്ലുമ്പോഴാണ് കേട്ടോ കറിയുടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ആ അരച്ച അരപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ കഷ്ണവും ആ അരപ്പും പുളിയും എല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വേവണം. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കറി. ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം. മുളക് എരിവ് കുറവാണെങ്കിൽ അല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ തിളച്ച് കറി പാകമായി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചു കൊടുത്തു. വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി കറിയായി കേട്ടോ, മത്തങ്ങ പുളിങ്കറി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.